എന്തോന്നു കോലമാടി ഒരു തുളാപ്പ ഷർട്ട് വിട്ടോണ്ട്. അതെ, വാസുവേട്ടന്റെ ഷർട്ടിന്റെ കൈയുടെ കുത്തുവിട്ടിട്ട് ആ ഇടച്ചേരി അതെടുത്ത് തയ്ക്കാൻ കൊണ്ടുപോയതാ. എടി അവന്റെ അടുത്തിടുമ്പോ സൂക്ഷിക്കണം. കാരത്തില് പുഴുങ്ങി അലക്കേ ഇടാവൂ, പുഴുക്കടി വരും. ഇപ്പൊ പറഞ്ഞ വാസുവേട്ടന്റെ മോത്തോക്കി പറ, അപ്പ കിട്ടും. വരട്ടെ, നല്ല ചനച്ച കോപാങ്ങ. നാളെ പിറന്നാളായിട്ട് നിന്റെ വാച്ചുവേട്ടൻ പൊന്നൊന്നും വാങ്ങില്ലേടി? എടി തത്തേ, ചെന്നപ്പോ ഉണ്ടല്ലോ അവനാ തട്ടാൻ കുഴ വിളക്കി കഴിഞ്ഞില്ലെന്ന്. പിന്നെ ഞാൻ അവന്റെ കഴുത്തിന്റെ കുഴക്കൊന്ന് പിടിച്ചപ്പോ നിന്റെ കാശുമാല റെഡി. 3.5 പവനാ. ആ പണ്ടാർ അറിയണ്ട. വീട്ടിൽ ചെല്ലുമ്പോ ഭവാനിജിയുടെ പൂരപ്പാട്ടായിരിക്കും. അവളുടെ പിരി ഞാൻ മുറുക്കും. ഇന്നാ പാവത്തിന് ഞാൻ ചീത്ത പറഞ്ഞ. ഈ പൂവാലിനെ കൊന്ന് വത്തലമുളക് അരച്ച് വാസുവിന്റെ ഒരു കറിയുണ്ട്. കാലി രണ്ടും നിനക്ക്. അപ്പൊ നിന്റെ പിള്ളേർക്ക് ചങ്കും മത്തങ്ങയും കിഷ്ണിയും അല്ലേ? ഒലിപ്പിയാൻ ഇതിന്റെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്ന. ഇരിക്കണ കൊമ്പ് മുറിക്കല്ലേ. പോടാ, നീ ഓച്ചായിയെ പണി പഠിപ്പിക്കല്ലേ. ഇതാരുടെ ഷർട്ട്? രാഘവേട്ടന്റെ ബട്ടൺസ് പിടിപ്പിക്കാൻ തന്നതാ. ആ തൊലിപ്പിയാന്റെ ആണ്. ഉളുമ്പ് മണം മുഴുവൻ ഇതേ കാണും. നല്ല 501 ബാറ സോപ്പിട്ട് പുഴുങ്ങി അലക്കേച്ച് മതി. ഇപ്പൊ ഈ മാലയൊന്നും വേണ്ടായിരുന്നു വാസേട്ടാ. ഇപ്പഴല്ലാതെ പിന്നെ എപ്പോഴാടി? എപ്പോഴായാലും 10 പവൻ വേണേ. അത് ഇപ്പഴേ കുറെ ആയിക്കോട്ടെ. വരുന്ന തുലാത്തിലെ മഴയ്ക്ക് മുമ്പ് നിന്നെ ഒരുത്തിനെ പിടിച്ച് ഏൽപ്പിക്കണം. അയ്യോ, തുലാത്തിലെ തുമ്പിക്കവണത്തിലെ പെരുമഴത്തൊന്നും എനിക്ക് കേട്ടണ്ട. എന്റെ അമ്മോ, ഓർക്കും എന്നെ പേടിയാവാ. എന്നാ മഴയാ! കല്ലുരുട്ടി, കുറുന്തോട്ടി പറയൻ, നെടവഴി തെളിയൻ. എന്റെ അയ്യോ, എനിക്ക് വേണ്ട. ആ മഴയത്തേടി കോറെ കെട്ടണ്ടേ. വെട്ടി വിറച്ച് കരിമ്പടത്തി പുതച്ചു മൂടി കിടക്കണേന്റെ ഒരു സുഖേ. പിന്നെ പഴിപ്പിച്ച ഇരുമ്പ് പദം വന്ന കൈകൊണ്ട് എടുക്കുന്ന ഒരുത്തിനെ നിന്നെ പിടിച്ചു കൊടുക്കണം. തത്തേ, വാളയാർ ഒരു അമിട്ട് കൊല്ലനുണ്ട്, കൊച്ചൂട്ടൻ. അവന്റെ കോടാലിയുടെ വായ്ത്തല കണ്ട മാനത്തെ ചന്ദ്രക്കല മാറി നിൽക്കും. പക്ഷേ അവനൊരു കുഴപ്പമുണ്ട്. പല രണ്ടാം കെട്ടായിരിക്കും. ഒറ്റക്കണ്ണനാ. അയ്യേ, ഒറ്റക്കണ്ണൻ കൊല്ലനോ? എന്താടിയാ കൊല്ലന് കുഴപ്പം? ഒറ്റ വെട്ടിന് ഒലക്ക മുറിക്കുന്ന കൊല്ലന് ഏത് ദേശത്ത് മെലണ്ടേ? അയ്യോ, അതുകൊണ്ടല്ല വാസുവേട്ടാ. ചില കൊല്ലന്മാർക്കൊരു കുഴപ്പമുണ്ടേ. ഞായറാഴ്ച കള്ളും കുടിച്ച് കെട്ടിയോളത്ത് എറിയും പറഞ്ഞ് നടക്കും പെങ്ങക്ക് പൊന്നുണ്ടാക്കാൻ. അത് നീ എന്റെ വായത്തലൊന്ന് കാച്ചിതല്ലടി. അതെ. 3.5 പവന്റെ കാശുമാലേ. ഈ മനുഷ്യന് തന്നെ കണ്ടിട്ടാ സ്വന്തം പെങ്കച്ച് വളർന്നു വരുമ്പോ ചുറ്റി പിടിച്ച് പെങ്ങക്ക് കാശുമാല. നാവ് പൊത്തി കിടന്നോളണം. നിനക്ക് പണ്ടപ്പൂവിന്റെ കുത്തിലടി തീറ്റ പണ്ടാറം. തന്തി തള്ളില്ലാത്ത പെങ്കൊച്ചിന് പിന്നെ ഞാനല്ലാതെ നിന്റെ ആംഗള മരം കയറി മണഗുണാഞ്ച് വന്ന് കെട്ടിക്കൂടി. അവ കൊടുത്തോണ്ട് പറഞ്ഞതല്ല, നമ്മുടെ മാധുവിന്റെ കാര്യം ആലോചിച്ചോണ്ട് പറഞ്ഞതാ. ചെമ്മീൻ തൊണ്ട് കളഞ്ഞ പോലത്തെ ഈ മുതലിന് അടുത്ത ഞായറാഴ്ച ഉള്ള കല്യാണം. തന്തക്കില്ലാത്ത വേവലാത്തി തള്ളക്ക് വേണ്ട. വണ്ണം വരെ വിഴിഞ്ഞിട്ട് എന്റെ നെഞ്ചില് കല്ലെരിയാ. വേണ്ടാ ബുദ്ധി തോന്നണ കാല. വല്ലതും വലിച്ച് തലയെ കയറ്റുന്ന മുമ്പ് ഒരുത്തനും കൂടെ ഇറക്കി ഉണ്ടാന്നോ നീ പറയണേ? എന്റെ അണ്ണാക്കില് പഴന്നുണി ഞാൻ കുത്തിയും കറ്റും. ഭീമ പണ്ടാറം. എന്റെ പൊന്നപ്പൻ ഇങ്ങ് പോരടാ. ഓന്റെ അമ്മ അറിയാണ്ടൊന്നും മറിഞ്ഞു നടന്നാലേ തമിഴ് മണ്ടി ചൂട് വെച്ച പോലെയാവും. നീ ഇന്ന് നൂലുകമ്പനി പോണില്ലേ പെണ്ണെ? പോയേച്ചി, ആ മിറ്റത്തിട്ടിരിക്കുന്ന മുളകൊന്ന് വാരി വെച്ചേനെ. തടിച്ചു പറഞ്ഞു മുളക് വാരിപ്പിയും കണ്ടൊരു നേരെ. പ്രിയ രഘുറ, നിനക്ക് സുഖമല്ലേ? പിറ്റേന്ന് വെളുപ്പിന് തന്നെ ഞാനും എത്തി. നീ ഏൽപ്പിച്ച പണം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. നിന്നെക്കുറിച്ചാണ് അവളുടെ ചിന്ത എപ്പോഴും. ദിവസങ്ങൾ ഇനി അധികമില്ല. പ്രത്യേകം സൂക്ഷിക്കണം. കഴിഞ്ഞാൽ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാൽ നന്ന് എന്ന് സ്വന്തം ഗോപു. ചെണ്ട മുറിയെ ചുടലമയ്യോ. ആക്രാന്തം കാണിക്കല്ല, കന്നിന്റെ പരവേശം.
എന്താ തത്തെ? ഇനി നീ തത്തോട് നുണ പറയരുത്. ആരെയാ അവള്? നീ എന്തിനാ ഇവിടുന്ന് മാറി നിൽക്കണം? നീ വല്ലോ കട്ടിട്ട് വന്നിരിക്കണോ? അതോ വല്ല ട്രെയിനിന് ബോംബ് വെച്ചിട്ടുണ്ടോ? നിന്റെ പോക്കറ്റിന് എനിക്ക് കിട്ടിയ കത്താ ഇത്. എടാ പടവ, നിനക്ക് വന്ന കത്ത് കണ്ടേച്ച് ഇവൾ എന്നോട് കിടന്ന് മൂക്കണ കണ്ട. അത് ഞാൻ ആശാന് വായിക്കുന്ന ഗോപുവിന്റെ കത്ത് അതിന് അയാളുടെ പേര് പടവൻ എന്നല്ലേ, രഘുറാം എന്നല്ലല്ലോ. എന്നാര് പറഞ്ഞു നിന്നോട്? ഇവന്റെ ശരിക്കുള്ള പേര് രഘുറാം. ഇത് വിളിപ്പേരാ പടവൻ. ഇവന്റെ അപ്പന് പൊള്ളാച്ചി പടവലങ്ങ കൃഷിയാ. താനെന്തിനാ അവിടെ മാറി നിൽക്കുന്നേ? എന്തിനാടാ? അതെ, ഇവൻ ആ പറമ്പിൽ പടവലങ്ങ പറിക്കാൻ വന്നൊരു പെണ്ണിനിട്ട് ജിങ് 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 നടത്തി ആവശ്യത്തെ കാര്യം പറഞ്ഞോ. ഞാൻ പറയുന്നതിനെ കുഴപ്പം നിനക്ക് ഡിംഗോളിഫിക്കേഷൻ നടത്താല്ലേ? അത് ഞാൻ ചുമ്മാ അവളുടെ പുറകിൽ ഒരു ബോൾ ബെയറിംഗ് ആയിട്ട് കൈ കൊണ്ട് വൃത്തിയോട് കാണിക്കലടാ, അല്ലെങ്കിലേ വൃത്തികേട്. തരാം, നിന്നെ കിട്ടി തരാം. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്നോട് ഈ കാണിക്കുന്നതൊക്കെ വെറും കള്ളത്തരാണോന്ന്. എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാ എന്റെ ചേട്ടൻ സഹിക്കില്ല. എനിക്ക് വേണ്ടി തേയില ചുട്ടുപഴുത്ത കാച്ചിരുമ്പെടുത്ത് ഇത്തിരി പൊള്ളിച്ചതാ ആ കൈത്തലം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിന്റെ മുത്തശ്ശി ജാനുവിന് ഉടമാളുറമ്മയെ പോലെ എനിക്ക് നീ. എനിക്കെല്ലാം മനസ്സിലായി. പുഷ്പം, പുഷ്പത്തിന്റെ സപ്ലൈ കട്ട്. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില സാങ്കേതിക കൊലാബറിക്കേഷൻ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് വാലിബന്റെ 25ാം ദിനത്തിന്റെ മഹാമഹം നീട്ടിവെച്ചിരിക്കുന്നു. നിന്റെയൊക്കെ 3 സപ്ലൈ. അയ്യോ പുഷ്പം, ചതിക്കരുത്. ഞങ്ങളുടെ സപ്ലൈ കട്ട് ചെയ്യരുത്. തെണ്ടികളെ ഈ മുറ്റത്ത് കാലൂത്തി പോയിരുന്നത് തന്നെ ആ വാലിബ സ്റ്റൈൽ കാണിച്ചെന്നെ ചതിക്കായിരുന്നല്ലേ. അയ്യോ പുഷ്പം, അവനോട് പേര് ചോദിച്ച പൊന്നു തമ്പുരാനോട് പോലും അവൻ സ്റ്റൈൽ ഇറക്കും. ക്യാമ്പ് കഴിഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞതോ? നീ അങ്ങനെ പറഞ്ഞു? മോശമായി പോയി, വളരെ മോശമായി പോയി. അയ്യോ പുഷ്, എന്താണോ നീ ക്യാമ്പ് കഴിഞ്ഞ മുമ്പ് എന്റെ മോളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ക്യാമ്പ് കഴിയാനും നിക്കണ്ട. അയ്യോ അച്ഛാ, അത് ഇതല്ല. എന്റെ അല്ലോ, ഈ സാധനത്തിന് ഞാൻ കെട്ടിയെടുക്കാന്ന് പറഞ്ഞു. എടാ തെണ്ടി, എന്തോ നീ എന്റെ മോൾക്ക് ആശ കൊടുത്തിട്ട് ഇപ്പൊ കൈ വലത്തുന്നോടാ, കൊന്നു കളയുന്ന ഞാൻ. ഇതുപോലെ രണ്ടെണ്ണം അന്തസ്സായി ഇറങ്ങിപ്പോയ വീടാണ് അത്. എന്റെ അല്ലോ, നായരെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ, ഞാൻ അവളെ കെട്ടിക്കോളാവേ. പ്രസിഡന്റ്, കുളമാക്കൽ ജോയിയുടെ ഭാര്യ. കുളമാക്കൽ ജോയിയുടെ ഭാര്യ. ജോയിയുടെ ഭാര്യ പോയി, ആരുടെ കൂടെ? ചത്തുപോയെന്ന്. അത്രേ ഉള്ളൂ. 5 മണിക്ക്. വണ്ടി പോവല്ലേ, തീർന്നില്ല. പാലാണ്. കഴുത്തിന്ന് തല തെറിച്ചു പോണ നല്ല ചൂടുള്ള വാർത്തയാണ് ഇപ്പൊ കുത്തിയിട്ടത്. കൊലയാണോടാ? കൊല അല്ല, ഇത് കൊല നടന്നേക്ക്. നമ്മുടെ വാക്കത്തി വാസുവിന്റെ പെങ്ങളെയും കൊണ്ട് പെങ്ങളെ കൊണ്ട് തോളത്ത് കൈയിട്ട ആ വാലിബൻ ഇന്നലെ കാട്ടിക്കൂടെ നടക്കണ കണ്ടെന്ന്. അതെന്തിനാടാ? ആ, പ്രസിഡന്റിനൊന്നും അറിയാത്ത പോലെ ഉണ്ടല്ലോ ഒരു കുഞ്ഞുവാവ. നീ വല്ലതും കണ്ട? ഞാൻ കണ്ടില്ല, കണ്ടവര് പറഞ്ഞു. ആ, തല. വണ്ടി എടുക്കടാ, വണ്ടി എടുക്കടാ അണ്ടക്കൊക്കെ. കണ്ടവന്റെ വാക്കും കേട്ട് കാണാത്തത് അവന്റെ പെങ്ങളെ കൂട്ടി പറഞ്ഞ് നടന്നാൽ ചിലപ്പോ ഒലക്ക മുറിയണ അവന്റെ വാക്കത്തി നമ്മുടെ കഴുത്തി കയറിയിരുന്ന് നിരങ്ങും. തനിക്ക് പറയാൻ കൊള്ളൂല, പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാം. പ്രസിഡന്റ് പറഞ്ഞാൽ കഴുത്ത് പോവില്ല, ഉറപ്പാ. പറയാൻ ചെല്ലുന്ന കാല് പോകും. അത് ശരിയാ, എനിക്കതങ്ങ് കത്തിയില്ല.